യു.പി. സംഭാലിൽ യോഗി ആദിത്യനാഥ് നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു.പിയിൽ നിന്ന് പല വാർത്തകളും ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തതാണ്. അതായത് യു.പിയിൽ ഒരു ഗ്രാമത്തെ തന്നെ സമ്പൂർണ്ണമായിട്ടും പോലീസ് ക്യാമ്പാക്കി അവിടെ ഗ്രാമത്തിൻ്റെ ഭൂമി കയ്യേറിയിരുന്ന ഒരു പള്ളിയും ആ പള്ളിയുടെ കൂടെ ചേർന്ന് നിന്ന് ഒരു വിവാഹ മണ്ഡപവും പൊളിച്ചു കളയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സംഭാലിൽ 15 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരുന്നു. 80 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉത്തർപ്രദേശിലെ സംഭാലിൽ സർക്കാർ ഭൂമികൾ അനധികൃത കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് നടപടി സ്വീകരിച്ച് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എച്ചൌഡ കംബോ പ്രദേശത്തെ വിശാലമായിട്ടുള്ള കൽക്കി ധാമിന് സമീപമുള്ള ഒരു പൊതു പാർക്കിൽ 265 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അനധികൃതമായി നിർമ്മിച്ച ഒരു പള്ളി ബുധനാഴ്ച യോഗി ആദിത്യനാഥ് പൊളിച്ചു മാറ്റി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ അട്രോസിറ്റി അല്ല ഇത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എല്ലാം നിയമപരമായി തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ഡെപ്യൂട്ടി മലംതാർ ദീപക് സുഹൈലിനെയും സിഒ കുൽദീപ് സിംഗിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. സർക്കാർ പാർക്ക് ഭൂമിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ കോടതി ഉത്തരവിൻ്റെയും കുടിയൊഴിപ്പിക്കൽ ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഘടന പൊളിച്ചു മാറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നോട്ടീസ് നൽകിയിട്ടും നിർമ്മാണം നീക്കം ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സംഭാലിൽ നിർമ്മിക്കുന്ന വലിയ കൽക്കി ഡാമിന് സമീപമുള്ള ഈ പൊതു പാർക്കിലെ സർക്കാർ ഭൂമിയിലാണ് ഈ ചെറിയ പള്ളി അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നത്. ഹൽക്ക ലേഖ്പാലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട ജൂൺ 11 ഭരണകൂടം പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ജൂൺ 16 അത് ഒഴിപ്പിച്ചു. കമ്മിറ്റി തുടക്കത്തിൽ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് മുഴുവൻ ഘടനയും നീക്കം ചെയ്തില്ല. അതിനുശേഷം സെപ്റ്റംബർ 24 മംലത്ദാർ പള്ളിക്കെതിരെ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഒക്ടോബർ 10 നീക്കം ചെയ്യാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.